ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ മതധർമ്മ സ്ഥാപനങ്ങൾക്ക് മറ്റൊരു മതവിഭാഗത്തിൻ്റെ മതധർമ്മ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളോ പരിരക്ഷയോ അതിനേക്കാൾ കൂടുതലായി അമിതമായി എന്തെങ്കിലും ഒരു നിയമമൂലം നൽകുന്നെങ്കിൽ അത് തീർച്ചയായും തെറ്റാണ്. നമ്മൾ അത്തരത്തിലൊരു വിലയിരുത്തലിലൂടെയാണ് എന്തെങ്കിലും അമിതമായി വഖഫ് നിയമത്തിലൂടെ, വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ വഖഫ് ഭൂമികൾക്ക് അമിതമായ സംരക്ഷണം ലഭിക്കുന്നുണ്ടോ എന്നതാണ് ശരിക്കും പരിശോധിക്കപ്പെടേണ്ടത്. ഒന്ന്, ഇതിൻ്റെ അകത്ത് പറയുന്നത്, വഖഫ് നിയമത്തിൽ പറയുന്നത്, ഈ വഖഫ് സ്വത്തിൻ്റെ ഉടമ ദൈവമാണ്, അള്ളാഹു ആണ്. അത് നടത്തിക്കൊണ്ട് പോകുന്ന മാനേജർമാർ അല്ലെങ്കിൽ മുത്തവല്ലി എന്ന അറബിക് ടേം, അത് മാത്രമാണ് ഈ പള്ളി കമ്മിറ്റികളും മറ്റും ഉള്ളത്. അങ്ങനെ ഒരു സംഭവമോ എന്നതാണ് ഒരു ചോദ്യം. ദൈവം, നമ്മുടെ ദേവസ്വം നിയമത്തിൽ പറയുന്നത്, ഇതിൻ്റെ ഉടമ, ദേവസ്വം സ്വത്തുക്കളുടെ ഉടമ ഡയറ്റിയാണ്, പ്രതിഷ്ഠയാണ്. അത് നടത്തിക്കൊണ്ടുപോകുന്ന ട്രസ്റ്റികൾ മാത്രമാണ് ദേവസ്വം ബോർഡും ദേവസ്വം കമ്മിറ്റികളും. ഇവിടെ ബാബരി മസ്ജിദ് കേസിൽ ബാബരി മസ്ജിദിൻ്റെ സ്ഥലം സുപ്രീം കോടതി വിട്ടുകൊടുത്തത് രാംലല്ലയ്ക്കാണ്, രാമവിഗ്രഹത്തിനാണ്. അത് നടത്തിക്കൊണ്ടുപോകാനുള്ള ട്രസ്റ്റിനെ പോലും സുപ്രീം കോടതിയാണ് നിയമിച്ചത്. അപ്പോൾ അവിടെയും ഇതിൻ്റെ ഉടമ ദൈവമാണ്. ഇതിൽ ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ ഇത് വിൽപ്പന നടത്തുന്നതിനും അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചു പിടിക്കുന്നതിനുമുള്ള നിയമങ്ങളാണ്. ആ നിയമങ്ങളും ഇത് തന്നെയാണ് പറയുന്നത്. വിൽക്കണമെങ്കിൽ വഖഫ് നിയമം അനുസരിച്ച് വഖഫ് ബോർഡിൻ്റെ മുൻകൂർ അനുമതിയില്ലാതെ വിറ്റാൽ അത് അസാധുവാണ്.